അമ്മേ, ടിക്കറ്റ് കിട്ടി. ഞാൻ ഈ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. ജീവിതത്തിൽ ചില യാത്രകളുണ്ട്, നമ്മൾ എത്ര ദൂരം സഞ്ചരിച്ചാലും നമുക്ക് തളർച്ച തോന്നില്ല. കാരണം ആ യാത്രയുടെ അവസാനം നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളാണ് കാത്തിരിക്കുന്നതെങ്കിൽ. എൻ്റെ ഇന്നത്തെ യാത്ര എനിക്ക് അങ്ങനെ ഒന്നാണ്. 3 വർഷം മുമ്പ് നമ്മൾ കല്യാണം കഴിച്ചു. പക്ഷേ ആ 3 വർഷവും ശരിക്കും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നു. കുറച്ചു കാലങ്ങളായി ഒരു കാത്തിരിപ്പിൽ തന്നെയായിരുന്നു. അവൻ്റെ ലീവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, ബ്രേക്ക് ടൈമിലെ കോൾസിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ഒരുമിച്ച് ജീവിക്കണം എന്ന ആഗ്രഹം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ജോലിയും സാഹചര്യങ്ങളും കൊണ്ട് അത് ഇത്രയും കാലം വൈകി. അങ്ങനെ അവസാനം ഞാൻ പോവുകയാണ് അവന്റെ അടുത്തേക്ക്, ആർമി ക്വാർട്ടറിലേക്ക്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് ഇമോഷൻസ് ഉണ്ടായിരുന്നു. സന്തോഷം, എക്സൈറ്റ്മെൻറ്റ്, അതിൻ്റെ കൂടെ ചെറിയൊരു പേടിയും. കാരണം ഇതുവരെ ഞാൻ ഒറ്റയ്ക്കൊന്നും മാനേജ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. എൻ്റെ അമ്മയും അമ്മായിയമ്മയൊക്കെ തന്നെയായിരുന്നു എല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. എനിക്കിഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തരുന്നതും എനിക്ക് വേണ്ട കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നതും ഒക്കെ അവരായിരുന്നു. ചെറിയ കാര്യങ്ങൾ പോലും എനിക്ക് അധികം ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. ഇനി അതെല്ലാം ഞാൻ തന്നെ പഠിക്കണം. നമ്മുടേത് മാത്രമായ ഒരു ജീവിതം ബിൽഡ് ചെയ്യണം. ഇതൊക്കെ ചിന്തിക്കുമ്പോൾ പേടി തോന്നുന്നുണ്ടെങ്കിലും ഇനിയുള്ള കാലം നമ്മൾ ഒരുമിച്ചല്ല ജീവിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ വളരെ സന്തോഷവും തോന്നുന്നുണ്ട്. കാലിക്കറ്റ് എയർപോർട്ടിൽ എത്തിയപ്പോൾ തന്നെ വേറെ തന്നെ ഒരു ഫീലായിരുന്നു. ഒരു പുതിയ ജീവിതം തുടങ്ങാൻ പോകുന്നത് പോലെ. കാലിക്കറ്റിൽ നിന്ന് ബാംഗ്ലൂർ ലേ ഓവർ ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ മൈൻഡ് മുഴുവൻ ഡൽഹിയിലായിരുന്നു. ഓരോ ഫ്ലൈറ്റ് അനൗൺസ്മെൻറ്റ് കേൾക്കുമ്പോഴും ഓരോ ടേക്ക് ഓഫിനും എൻ്റെ ഉള്ളിൽ എക്സൈറ്റ്മെൻറ്റ് കൂടിക്കൊണ്ടിരുന്നു. ഞാൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ചിന്തിക്കുന്നത് ഇനി വരുന്ന ദിവസങ്ങളെക്കുറിച്ചായിരുന്നു. രാവിലെ ഒരുമിച്ച് ചായ കുടിക്കുന്നത്, ചെറിയ ചെറിയ ഫൈറ്റ്സ്, ഒരുമിച്ചുള്ള ഗ്രോസറി ഷോപ്പിംഗ്, അവൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത് വരെ അവനെ വെയിറ്റ് ചെയ്യുന്നത്. ഒരുപാട് പേർക്ക് ഇത് ചെറിയ കാര്യമായിട്ട് തോന്നാം. പക്ഷേ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ ജീവിക്കുന്നവർക്ക് ഈ ഒരു ചെറിയ മൊമെൻറ്റിൻ്റെ വാല്യൂ ഒക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. മുമ്പൊക്കെ ലീവിന് വരുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. പക്ഷേ ലീവിൻ്റെ ഒരു പകുതി ഭാഗമൊക്കെ എത്തുമ്പോഴാണ് മനസ്സിലൊരു ചിന്ത വരിക, ഇനി അത്ര ദിവസം കൂടിയല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെയുള്ള ചിന്തകളൊന്നും ഇല്ലാത്ത കുറച്ച് നാളുകൾ. പുറത്തിറങ്ങി അവനെ കണ്ടപ്പോൾ സത്യത്തിൽ ഞാൻ ആദ്യം നോക്കിയത് അവൻ്റെ മുഖം തന്നെയായിരുന്നു. എപ്പോഴും ജോലിയുടെ സ്ട്രെസ്സും ടയേർഡ്നെസ്സും കാണുന്ന ആ മുഖത്ത് ഇന്ന് ഞാൻ കണ്ടത് ഒരു പ്യുവർ ഹാപ്പിനെസ് ആയിരുന്നു. ഇനി ഞാൻ കൂടെ ഉണ്ടെന്നൊരു സമാധാനം അവനും തോന്നിയിട്ടുണ്ടാകും. ഈ ഒരു നിമിഷം എനിക്ക് തോന്നിയത് നമ്മൾ ആ 3 വർഷത്തെ ലോങ് ഡിസ്റ്റൻസിൻ്റെ ഒരു ആൻസറായിട്ടാണ്. എല്ലാം പെർഫെക്റ്റ്ലി മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങൾ ഇത്രയും നാളായി കാത്തിരുന്നത് ഈ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. ഇനി എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും ഒരുമിച്ചങ്ങ് നേരിടുക തന്നെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.